എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള ഇടിയൻ ചക്ക തോരൻ അല്ലെങ്കിൽ ഇടിച്ചക്ക തോരൻ എങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് ഇടിയൻ ചക്ക തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് ഇടിയൻ ചക്ക എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഇതുപോലെയാണ് വാങ്ങിക്കാൻ കിട്ടുക കേട്ടോ. അതായത് ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റിയതിന് ശേഷമാണ് സാധാരണ കിട്ടുക, ഇതുപോലെ ക്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്തിട്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനോട് കൂടി ഇടിയൻ ചക്ക നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ഗ്രീൻ കളറ് മുഴുവനായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം. അതുപോലെ മുറിച്ചെടുക്കണം ആ കത്തിയിലും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പശയൊക്കെ കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മുറിച്ച് മാറ്റണം. പക്ഷേ ഇത് മുറിച്ച് മാറ്റാദ്യം തയ്യാറാക്കാറുണ്ട് ഇടിയൻ ചക്ക. പക്ഷെ ഞാനിപ്പോൾ മാറ്റണമെന്നുള്ളൂ കേട്ടോ. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ അമ്മ ഇത് മാറ്റിയിട്ടാണ് ചെയ്യാറ്. ഇനി നമുക്കിതൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പൂനെയിൽ വെച്ച് പല പ്രാവശ്യം ഇടിയൻ ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മുഴുവനോട് കൂടിയുള്ളത് കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും ഉൾഭാഗമൊക്കെ കറുപ്പ് കളറിലായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ പിന്നെ തീരെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അങ്ങനെ തന്നെ കളയാണ് ചെയ്യാറ്. ഇപ്പോൾ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആവണത് തന്നെ. അവിടെയും കിട്ടിയിരുന്നു, പക്ഷേ ഇതുപോലെ നല്ലതായിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ കത്തി സ്ലിപ്പാവണ്, വെളിച്ചെണ്ണ പരട്ടിയിട്ടുള്ളത് കാരണം കയ്യിൽ. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് പിടിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇടിയൻ ചക്കയായ കാരണം പെട്ടെന്ന് ചിലപ്പോൾ കൈയൊക്കെ മുറിയാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല നാടുകളിലും, അതായത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ തന്നെയായിരിക്കും ഇടിയൻ ചക്ക തോരൻ തയ്യാറാക്കിയെടുക്കുക. ചിലർ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ആ ഒരു രീതിയിലായിരിക്കും തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഞാനിനിപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇനി കാണിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം ഇത് ഞാനിനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. മുഴുവനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞ് വരാൻ പാടില്ല ഇടിയൻ ചക്ക, പക്ഷേ എന്നാൽ ആവശ്യത്തിന് കുക്കായിട്ട് വരണം. ആ ഒരു രീതിയിലായിരിക്കണം വരേണ്ടത്. ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് മുതലൊരു അരക്കപ്പൊക്കെ വരെ മതിയാവും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അളവിൽ തന്നെയല്ലേ നമ്മൾ തയ്യാറാക്കണുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസിൽ വരണവരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോണത്, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ മാറുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ടാപ്പിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് പ്രഷർ കളഞ്ഞതിന് ശേഷം തുറക്കാണ് ചെയ്യണത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് കുഴയാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം, അതായത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിൽ വെച്ചിട്ട്. അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം, വെന്ത് കുഴഞ്ഞു പോകുന്ന സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെള്ളം വേണ്ട. അല്ലാതെ നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി. ഇനി ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിപ്പോൾ കണ്ടില്ലേ, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. അതായത് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഓവറായിട്ട് കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ചതയ്ക്കണം, ആ കല്ലിൽ വെച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അമ്മിക്കല്ലിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, അപ്പോൾ അതിനായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇനി അതിലേക്ക് ഒരു 15-20 ചെറിയുള്ളി ഞാൻ ചേർത്ത് കൊടുക്കണം, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ചെറിയുള്ളി തന്നെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി ഒന്നും മാത്രം നിങ്ങൾ സവാള ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ
4-5 തണ്ട് കറിവേപ്പില തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉള്ളി ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. ഇത് ഞാനൊരു 2 ടീസ്പൂൺ നിറയെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുക്കണ ചില്ലി ഫ്ലേക്സിനനുസരിച്ച് എരിവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ചില്ലി ഫ്ലേക്സ് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചതച്ച മുളകിൻ്റെ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം നല്ലപോലെ മാറി വരണം. അതുപോലെ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടും വരണം. അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ളി ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് ഈ ചതച്ച മുളകിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടിയഞ്ചക്ക തോരനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് അളവ് തന്നെയല്ലേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. ഇനി നാളികേരം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഒരു ഇടിയൻ ചക്ക ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വലിയ കഷ്ണങ്ങളൊക്കെ പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി എടുത്താൽ മതി, തവി ഉപയോഗിച്ചിട്ട് തന്നെ. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇടിയൻ ചക്ക നന്നായിട്ട് ചൂടായിട്ട് വന്നോട്ടെ. അതുപോലെ ഇതിലെന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറി വന്നോട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിന് തന്നെ ഉപ്പുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഇടിയൻ ചക്ക തോരൻ എന്നൊക്കെ പറയുന്നത് നേരത്തെ തന്നെ ചെയ്യേണ്ട റെസിപ്പി ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പൂനെയിൽ ഇടിയൻ ചക്ക കിട്ടണത് നല്ലതാവാറില്ല, അത് കാരണമാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ നാട്ടിൽ പോണ സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചക്ക സമയത്ത് ചക്കയുടെ സീസണിലായിരിക്കണം എന്നില്ല, നമുക്ക് പിന്നെ വീഡിയോ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയല്ല, അല്ലാന്നുണ്ടെങ്കിൽ തന്നെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. എൻ്റെ പ്രിയപ്പെട്ട തോരനുകളിലൊന്ന് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇത് ഞാനൊരു തൃശ്ശൂർ സ്റ്റൈലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ അമ്മ തയ്യാറാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.